കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വഴക്ക് കൂടിയതുകൊണ്ട് ഷിവുവിനും ബാങ് ചിയാങ്ങിനും പ്രിൻസിപ്പള് ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫലകം എടുത്തിട്ട് വരണം. ഇതായിരുന്നു ടാസ്ക്. അത് ആദ്യം ആരാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ഈ സ്കൂളിൽ തുടരാനായി സാധിക്കും. അങ്ങനെ അവർ പോകുന്ന സമയമാണ് ഷിവുവിനെ ഒരു ചെന്നായ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷെ ആ സമയം അവൻ ധരിച്ചിരിക്കുന്ന ഒരു മാലയിൽ നിന്ന് എന്തോ ഒരു പ്രകാശം ആ ഒരു ചെന്നായിയുടെ കണ്ണിലേക്കും അടിക്കാനായി തുടങ്ങുന്നു. ആ സമയം ബാങ് ചിയാങ്ങും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനും ആ ഒരു ചെന്നായുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഷിവുവും ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറുന്നു. ചെന്നായുടെ ശ്രദ്ധ മാറുന്ന ഗ്യാപ്പിന് വാങ് ചിയാങ്ങും ആ മരത്തിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഇവിടെ സോനയും ഹീറോയിനും അവരെ രണ്ടുപേരും രക്ഷിക്കാൻ പോകാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരും എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യുന്നു. ഹീറോയിനും ഒരു ഷൂ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വാങ് ചിയാങ് ഒരു ഷൂ ഇല്ലാതെയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇവിടെ അവർ രണ്ടുപേരും മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നത് കൊണ്ട് തന്നെ ചെന്നായയും അവിടെ നിന്ന് പോകുന്നു. ശിവുവും അവനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. വാങ് ചിയാങ്ങും നീയും എന്നെ നേരത്തെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് നീ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കണ്ടിട്ട് വാങ് ചിയാങ്ങിന് അതിശയം. നീ ഇപ്പൊ ചിരിച്ചോ? അപ്പൊ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാമല്ലേ? ശിവു വിഷയം മാറ്റുന്നുണ്ട്. ആ ഒരു ചെന്നായ തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് പറഞ്ഞു പോകുന്നു. ഇവരും പോകുന്ന സമയം അവിടെ വഴിയിൽ വെച്ചിട്ട് ഒരു അരുവി കാണുന്നുണ്ട്. അവിടെ നിന്ന് ആവശ്യം പോലെ അവരും വെള്ളം കുടിക്കുന്നു. വാങ് ചിയാനും അവനെ കളിയാക്കുന്നുണ്ട്. നോക്കിക്കേ, ഒരു ഐഡല് അരുവിയിൽ വെള്ളം കുടിക്കുന്നത് കണ്ടോ? ശിവുവും അവന് നേർക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അവൻ തിരിച്ചും. അങ്ങനെ രണ്ടുപേരും ആ വെള്ളത്തിൽ കിടന്ന് അടികൂടുന്നു. ശരിക്കും അവരിപ്പോഴാണ് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത്. ഇവരും കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വീണ്ടും അവിടെ നിന്ന് പോകാനായി തീരുമാനിക്കുന്നു. വാങ് ചിയാനും നോക്കുമ്പോ അവൻ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടൈയും കീറി പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ശിവുവും ഒരു വാലറ്റ് എടുത്ത് അവന് കൊടുക്കുന്നുണ്ട് കാലിൽ കെട്ടി വെക്കാനായിട്ട്. ഇവിടെ കുട്ടികളും അവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ്സുകൾ പഴയ പോലെ തന്നെ നടക്കുന്നു. ശേഷം സോനയും ഹീറോയിനും കൂടി ഒരു മാപ്പ് ഒക്കെ എടുത്ത് ആ ഒരു പീക്കിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. അവർ പോയത് തെറ്റായ വഴി കൂടെയാണ്. അത് മാത്രമല്ല, അത് വളരെ അപകടം പിടിച്ച വഴിയായിരുന്നു. നമ്മുടെ കയ്യിലുള്ള മാപ്പ് വെച്ചിട്ട് കൃത്യമായ വഴിയിലൂടെ അവരുടെ അടുത്തേക്ക് എത്താനായി സാധിക്കും. ഇവരും രാത്രിയൊക്കെ ആകുമ്പോ തണുപ്പ് സഹിക്കാനായി വയ്യാതെ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കാനായി തീരുമാനിക്കുന്നുണ്ട്. ശിവുവും നിന്റെ കയ്യിൽ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവന്റെ കയ്യിൽ പണം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അവരും അത് കൂട്ടിയിട്ട് കത്തിക്കുന്നു. ശേഷം ഇവർ രണ്ടുപേരും അവരുടെ കഥകളൊക്കെ പരസ്പരം പറയുന്നുണ്ട്. ശേഷം വാങ് ചിയാനും അവന്റെ കഥയൊക്കെ ശിവുവിനോട് പറയുന്നുണ്ട്. അവൻ അച്ഛൻ തട്ടിക്കൊണ്ടുവന്നതും ഇവിടേക്ക് വരാനായി പറഞ്ഞതൊക്കെ അവനും അറിയുന്നുണ്ട്. വാങ് ചിയാനും അവനോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു കൺസേണിനിടയ്ക്ക് ആ ഒരു ലൈറ്റ് വന്ന് വീഴാനായി പോയ സമയം മറ്റുള്ളവരെല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നീ മാത്രമാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും നിനക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ശിവുവും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, ഒരിടത്തും ഇതെങ്ങനെ ശരിയാക്കേണ്ടതെന്ന് അറിയില്ല. ഇവിടേക്ക് വന്നത് നമ്മുടെ പ്രിൻസിപ്പളിന് ഇത് ശരിയാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ്. എനിക്ക് ഒരു കുടുംബമില്ല, ഞാനൊരു അനാഥനാണ്. എനിക്ക് കൂട്ടുണ്ടായിരുന്നത് സംഗീതം മാത്രമാണ്. എനിക്കിനി കേൾക്കാനായി സാധിച്ചില്ലെങ്കിൽ എനിക്കിനി പാടാനും സാധിക്കില്ല. അത് വാങ് ചിയാങ്ങും നീ അതൊന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വീണ്ടും പാടാനായും സാധിക്കും. ആ സമയം ഇവിടുത്തെ കുട്ടികളും ഇന്റർനെറ്റിൽ നോക്കുന്ന സമയം ശിവുവിന് നേരത്തെ നെഗറ്റീവ് കമന്റ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് കിടക്കുന്നത് കൊണ്ട് കാര്യം എന്താണെന്ന് അറിയാൻ ഇവർ നോക്കുന്ന സമയമാണ് ഹീറോയിൻ ഒരു വീഡിയോ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവളും ശിവുവിന് നടന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അന്ന സമയം അവിടെ നിന്ന് പോയത്, അല്ലാതെ ആ പെൺകുട്ടിയെ വിട്ടിട്ട് അവന്റെ സ്വന്തം രക്ഷ തേടി അവൻ പോയതല്ല എന്നൊക്കെയാണ് അവളും പറയുന്നത്. അത് കേട്ടിട്ട് മറ്റുള്ളവരും ശിവുവിനോട് തിരിച്ചു വരാനായി പറയുന്നുണ്ട്. ഇവിടുത്തെ മറ്റു കുട്ടികളും പോസിറ്റീവ് കമന്റ്സ് തന്നെ ശിവുവിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സും അത് ചെയ്യുന്നുണ്ട്. ശേഷം വാങ് ചിയാങ്ങിനും അവന്റെ കാല് തീരെ വയ്യ. അവനും തളർന്നിരിക്കുന്നത് കണ്ട് ശിവുവും അവനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ വാങ് ചിയാങ്ങിന് തീരെ വയ്യ. അവർ നടന്ന് ഒരു ഗുഹയിൽ പോകുന്നുണ്ട്. അവര് നോക്കുമ്പോ ഇവരെ നേരത്തെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെന്നായയും ആ ഒരു ഗുഹയിലേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും ഇവിടെയാണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും അതിനെ അറ്റാക്ക് ചെയ്യാനായി നിൽക്കുന്നുണ്ട്. ആ ഒരു ചെന്നായയും ഇവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. അവരുടെ ബഹളം കേട്ട് സോനയും ഹീറോനും അവിടേക്ക് എത്തുന്നു. അവരും ആ ഒരു ചെന്നായയെ അറ്റാക്ക് ചെയ്യുന്നു. ഇവരുടെ ഫൈറ്റിംഗ് സ്കിൽസ് വെച്ചിട്ട് ആ ഒരു ചെന്നായയും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ വീണ്ടും അത് തിരിച്ചു വരുന്നുണ്ട്. അതും വാങ് ചിയാങ്ങിന്റെ അടുത്തേക്കാണ് വരുന്നത്. ശിവുവും ഒന്നും ചെയ്യരുതേ എന്നിങ്ങനെ പറയുന്ന സമയം കുറച്ച് സമയത്തേക്ക് ആ ഒരു ചെന്നായയും അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുന്നു. അവനും വാങ് ചിയാങ്ങിനെ പിടിച്ചു മാറ്റുന്നു. കുറച്ചു സമയത്തേക്ക് ചെന്നായ അങ്ങനെ തന്നെ നിന്നതിന് ശേഷം ശിവുവിനെ അറ്റാക്ക് ചെയ്യാനായി അതും വരുന്നുണ്ട്. അവനും എങ്ങനെയൊക്കെയോ ആ ഒരു ചെന്നായയെ തുരത്തി ഓടിക്കുന്നു. ഹീറോയിനും വാങ് ചിയാങ്ങിന് ഷൂസ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതവനും വലിയ ഇഷ്ടമാവുന്നു. ശേഷം ഇവർക്കും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വാങ് ചിയാങ്ങിന് തീരെ വയ്യ. അതുകൊണ്ട് അവർ രണ്ടുപേരും ആ ഒരു ശ്രമം ഉപേക്ഷിക്കാനായി തീരുമാനിക്കുന്നു. ഇവരും സ്കൂളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പ്രിൻസിപ്പളും അവരോട് ഫലകം എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വാങ് ചിയാങ്ങും അത് വളരെ അപകടം പിടിച്ച സ്ഥലമായിരുന്നു, നമ്മളും മരിക്കാതിരുന്നത് എന്റെ ഭാഗ്യമാണ്. വാങ് ചിയാങ്ങും ശരിക്കും എനിക്കാണ് തീരെ വയ്യാതിരുന്നത്. ശിവുവിന് വേണമെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നെ കരുതി അവൻ അവിടേക്ക് പോയില്ല. അതുകൊണ്ട് അവനെ ഈ ഒരു സ്കൂളിലേക്ക് നിർത്താനായി അനുവദിക്കണം. അതിന് ശിവുവും ഞാൻ ശരിക്കും ജീവനോടിരിക്കുന്നതിന് തന്നെ കാരണം വാങ് ചിയാങ് ആണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. വാങ് ചിയാങ്ങും ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കഷ്ടപ്പെട്ട് പോയതല്ലേ, ഞങ്ങൾ രണ്ടുപേരിലും ആരെങ്കിലും ഇവിടെ തുടരാനായി അനുവദിക്കണം എന്ന് പറയുന്നുണ്ട്. വാങ് ചിയാങ്ങും നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്, അതില് നിങ്ങൾ എന്തെങ്കിലും തെറ്റ്
ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പഠിക്കാനായി ശ്രമിക്കണം എന്നല്ലേ. അത് കേൾക്കുമ്പോൾ പ്രിൻസിപ്പളിനും ചിരി വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ മുറിവൊക്കെ വെച്ച് കിട്ടൂ, നാളെ ക്ലാസ്സിന് കൃത്യമായിട്ട് എത്തണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ നിങ്ങൾ അത് നേടിയെടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ തെറ്റ് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു. വേഗം പോയി കുളിക്കാനൊക്കെ പ്രിൻസിപ്പളും പറയുന്നുണ്ട്. അയാൾക്കും വലിയ സന്തോഷമാവുന്നു. ഇവിടെ കുട്ടികളും ആ ഒരു കാര്യം അറിയുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ഒരു സ്കൂളിൽ തന്നെ തുടരാനായി പോവുകയാണ്. അവർക്ക് സന്തോഷമാകുന്നു. അതിൽ ഒരാൾക്ക് മാത്രമേ ദുഃഖമുള്ളൂ, അത് ജങ്ങിനാണ്. അവനാണെങ്കിൽ വളരെ സെൽഫിഷ് ആണ്. ഇക്കാര്യം സോനയ്ക്ക് നന്നായിട്ട് അറിയാം. ശേഷം രാത്രിയിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ തോറ്റിട്ടും പ്രിൻസിപ്പള് നമ്മളിവിടെ തുടരാനായി അനുവദിച്ചത്? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലേ. ശേഷം ഹീറോയിൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ശിവുവും കാണുന്നുണ്ട്. അവൾ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവനുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പോയിട്ട് എല്ലാവരും ഇപ്പോ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശിവുവും ഹീറോനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഫാൻസും തിരിച്ചവനോട് വരാനായിട്ട് പറയുന്നുണ്ട്. ഇക്കാര്യം വാങ്ചാനും കാണുന്നുണ്ട്. ഞാനും ആദ്യം നീ ആ പെൺകുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴാ എനിക്കും കാര്യം മനസ്സിലായത്. ഇവിടെ സീനിയർ ടീച്ചറും പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും സക്സസ് ആയില്ലല്ലോ, പിന്നെന്തിനാ അവരെ വീണ്ടും ഇവിടെ തുടരാനായി അനുവദിച്ചത്? അതിന് പ്രിൻസിപ്പളും, ജീവിതത്തിൽ വിജയത്തിൽ നിന്നല്ല പകരം തോൽവിയിൽ നിന്നിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. നമ്മുടെ സ്കൂളും അത് തന്നെയല്ലേ പഠിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത്. സീനിയർ ടീച്ചറും, വാങ്ചാൻ എന്തായാലും ഇവിടെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷെ ശിവുവിന്റെ കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പും പറയാനാകില്ല. അവൻ ഇവിടെ നിൽക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. ശേഷം കാണിക്കുന്നത് ഒരു കോമയിൽ കിടക്കുന്ന മനുഷ്യനെയാണ്. അയാളും അയാളുടെ വീടാകെ തീപിടിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ആക്രമിക്കാനായി ഒരുപാട് ആൾക്കാരും വരുന്നു. അവരെയൊക്കെ അയാൾ എതിർക്കുന്നതായിട്ടും കാണിക്കുന്നു. ആ സമയം അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി ഗാർഡും അയാൾ ഇതൊരു കോമയിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്നുള്ള കാര്യം മറ്റൊരു ബോഡി ഗാർഡിനെ വിളിച്ചു പറയുന്നു. ശേഷം രാവിലെ ആകുമ്പോ ആരോടും പറയാതെ ശിവുവും അവിടെ നിന്നിട്ട് പോകുന്നതായി കാണിക്കുന്നു. വാങ്ചാനും എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ശിവു അവിടെ ഇല്ലെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കുന്നത്. ശിവുവും തെരുവിലൂടെ നടന്നു പോകുന്ന സമയം മറ്റുള്ളവരും അവനെ കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് അവനാണ് എന്നുള്ള കാര്യം. ഫാൻസ് എല്ലാം ഇപ്പൊ അവന് ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അവന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അവൻ നോക്കുമ്പോ അവിടെ സൈഡിലുള്ള അവന്റെ ഫോട്ടോസിലൊക്കെ ആൾക്കാര് കുറെ നെഗറ്റീവ് കമന്റ്സ് എഴുതി വെച്ചിരിക്കുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു. അവൻ നടന്നു പോകുന്ന സമയമാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതായി കാണിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. ശിവുവും മറ്റൊരു കമ്പനിയിലെ ഒരു മാനേജറെ കാണാനായി പോവുകയാണ്. അയാളുടെ കമ്പനി DS എന്റർടൈൻമെന്റ് ആണ്. എന്തായാലും ഇവന്റെ കമ്പനിയിൽ നിന്ന് ഇവനെ പുറത്താക്കിയല്ലോ, അതുകൊണ്ട് ഇവരുടെ കമ്പനിയിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് ആ മാനേജറും ഇയാളെ നിർബന്ധിക്കുന്നുണ്ട്. നീ എന്തായാലും നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലോ, നിന്റെ കമ്പനിയിലെ സിഇഒയും നിന്നെ ഇനി തിരിച്ചെടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ ഗ്രൂപ്പായിട്ടല്ല സോളോ ആർട്ടിസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. അതിന് ശിവുവും, എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോ അയാളും, നിന്റെ ചെവി ചെറിയ പ്രശ്നം ഉണ്ടല്ലേ, നിന്റെ കമ്പനിയിലെ സിഇഒ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വേണമെങ്കിൽ ഒരു വർഷം അമേരിക്കയിലോ ഒക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് വർക്ക് ചെയ്യാമല്ലോ. നീ വളരെ ടാലന്റഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് സോളിലേക്ക് പോകണം. അതേസമയം തന്നെ സോനയും ശിവു പോയ കാര്യം അറിയുന്നുണ്ട്. പ്രിൻസിപ്പളും അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. സോനയും, എനിക്കറിയാം അച്ഛൻ അവന്റെ ചെവി ട്രീറ്റ് ചെയ്യാനായി സാധിക്കുമെന്ന്, അതൊന്ന് ചെയ്തു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെയും അവള് നിർബന്ധിക്കുന്നുണ്ട്. ഇവിടെ ശിവുവും പുതിയ കമ്പനിയിലെ മാനേജറോട് എന്ത് പറയണമെന്നറിയില്ല. അയാളാണെങ്കിൽ സോളിലേക്ക് പോകാനായി അവനെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അവനൊരു ഡിസിഷൻ എടുക്കാനായി സാധിക്കുന്നില്ല. അയാളും കാറിൽ കയറാനായി അവനെ നിർബന്ധിക്കുന്നു. ആ സമയം അവനെയും വാങ്ചാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനെ കോൾ എടുക്കുന്നില്ല. അവൻ മെസ്സേജും അയക്കുന്നുണ്ട്, നീ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ നിൽക്കുന്ന സമയമാണ് ഹീറോയിൻ ആ വഴി പോകുന്നത്. അവളും അവനെ കാണുന്നുണ്ടായിരുന്നു. അവൻ പോകാനായി നിൽക്കുമ്പോഴാണ് അവൾ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നീ എവിടെയെങ്കിലും പോവുകയാണോ? ശിവുവും അവളോട് നന്ദി പറയുന്നു. ആ വീഡിയോ അവള് പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവനുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടത്. നീ കാരണമാണ് എനിക്കിപ്പോ തിരിച്ച് ജോലിക്ക് പോകാനായി സാധിച്ചത്. അത് കേൾക്കുമ്പോ ഹീറോയിന് ഒരു ചെറിയ വിഷമമുണ്ടെങ്കിലും അവൾ അത് മുഖത്ത് കാണിക്കുന്നില്ല. അവളും, ശരിക്കും നീ പോവുകയാണോ? എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, നിനക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി, ഞങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. കാറിലിരുന്നുകൊണ്ട് ശിവും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അവന് ശരിക്കും മുരും ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് പോവാനായിട്ട് മനസ്സ് വരുന്നതേയില്ല. ഹീറോയിനും നല്ല വിഷമമുണ്ട്. അവളും പാർട്ട് ടൈം ചെയ്യുന്ന ഒരു കടയിലെ ഓണറിനോട്, ഇന്ന് ഞാൻ പൊക്കോട്ടെ, പ്രത്യേകിച്ച് ഡെലിവറി ഒന്നും ഇല്ലല്ലോ, എനിക്കത് തീരെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോകാനായി നിൽക്കുമ്പോഴാണ് ശിവു അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളും അവനെ കണ്ടിട്ട് അതിശയിക്കുന്നുണ്ട്. നീ സോളിലേക്ക് പോയില്ലേ? അവനും, എന്റെ പോപ്പുലാരിറ്റി അത്ര പെട്ടെന്നൊന്നും നഷ്ടമാവുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷം ബ്രേക്ക് എടുത്താലും പിന്നീടും എനിക്ക് തിരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പോകാനാകും. അവളും, അത് ശരിയാ, നിനക്ക് റെസ്റ്റാ വേണ്ടത്, പ്രശസ്തിയല്ല. അവനും, നീ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണോ? എന്നെ കൂടി കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുമ്പോ അവളും കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കയ്യില് അന്ന് ഒരു മുരും പീക്കിലേക്ക് പോയ സമയം ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ശിവുവും ആ ഒരു മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നു. ശിവുവും, ഞാൻ വണ്ടി ഓടിച്ചോളാം, നീന്ന് മുഴുവൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യല്ലേ, നമ്മൾ പോകുന്ന സമയം നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാലോ. അവളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ശേഷം അവരും മുരും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. ശിവു ആണെങ്കിൽ വാങ്ചാന്റെ മെസ്സേജിനൊന്നും ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല. അവനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ഇവിടെ ശിവുവിനും
ശേഷം ഹീറോയിന്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അവളും സ്കൂട്ടിയിലൊക്കെ ഇരുന്ന് ഉറങ്ങി വീഴാനൊക്കെ പോകുന്നുണ്ട്. അവരും മുരം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.